നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. അവരുടെ ഫീലിങ്സ് ആൻഡ് ഈ ബന്ധത്തിനെ കുറിച്ച് നമുക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഇന്നത്തെ അവരുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഓർക്കൂ. ഓക്കെ, നമുക്ക് ഈ ബന്ധത്തിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കാവുന്ന ഫാസിനേഷൻ, ജഡ്ജ്മെൻറ്റ്, വീക്ക്നെസ്, obsession, unconditional love. Very nice. Okay. ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ബോണ്ടാണ്, നിങ്ങൾ തമ്മിൽ വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഒരു പൂർവ്വജന്മ ബന്ധം എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. സോ അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങളെ സോൾസ് കണക്റ്റഡ് ആണ്. നിങ്ങളിപ്പോൾ ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതെവിടെയോ ഒരു ഡിവൈൻ തീരുമാനം തന്നെയാണ് നിങ്ങൾ ഒന്നിച്ച് വരണം എന്നുള്ളത്. സോ ഒരു ഡീപ്പ് കണക്ഷൻ, ഒരു സോൾ കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതാണ്. ആൻഡ് ഇവിടെ പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ചില വേദനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഐ ലവ് യു സോ മച്ച്, വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുന്നതല്ല, എനിക്ക് നിങ്ങൾ ചോദിക്കുന്നതായിട്ടാണ്. അതായത് നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് അവരെ കെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അവർക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എവിടെയോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വേദന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ അവർ സംസാരിക്കാതിരിക്കുന്ന മീൻസ് ഇടയ്ക്ക് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക, ഇടയ്ക്ക് സംസാരിക്കുക, പിന്നെ കുറച്ച് മാറി നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ബന്ധങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഫാമിലി സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പലതരത്തിലുള്ള കാര്യങ്ങൾ. സോ എന്തൊക്കെയോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ തന്നെ കമ്മിറ്റ്മെൻറ്റിനോടുള്ള പേടി, അങ്ങനെ ഒരുപാട് ഇഷ്യൂസാണ് വരാറിവിടെ. നമ്മൾ സാധാരണ കാണുന്ന പല കാര്യങ്ങളുമാണ്. സോ അങ്ങനെയുള്ളതിൽ നിങ്ങൾക്ക് ഏതും ആവാം മാച്ച്. ബട്ട് എന്നാലും ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് എന്തിനാണ് എൻ്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്തത്? ഇപ്പം മേ ബി നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടാവാം, സെപ്പറേഷൻ ആയിരിക്കാം, കോൺടാക്ട് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ വേദനയോടെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്തിനാണ് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചത് എന്ന്, നിങ്ങൾ അത്രയും സ്നേഹം കൊടുത്തിട്ടും എന്തിനങ്ങനെ ചെയ്തു എന്ന്. ഓക്കെ, ഇവിടെ പേഴ്സൺ ആക്ച്വലി ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല നിങ്ങളുടെ വ്യക്തിക്ക്. ഓക്കെ, അവർക്കും നിങ്ങളോട് തിരിച്ച് അതേപോലെ തന്നെ ഇവിടെ അൺകണ്ടീഷണൽ ലവ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളോട് നമ്മൾ ആദ്യം തന്നെ സോൾ കണക്ഷൻ കണ്ടിരുന്നു. ആൻഡ് ഇവിടെ ഡിവൈൻ ലവ്, ഐ എം ഇൻ യു ആൻഡ് യു ആർ ഇൻ മീ എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്രയും ഡീപ്പാണ്. നിങ്ങളുടെ പേഴ്സണിനും വളരെയധികം നിങ്ങളോട് സ്നേഹം തന്നെയാണ്. അവർക്കും ഒരുപാട് അവരുടെ ഉള്ളിൽ നമ്മൾ പറയില്ലേ, ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ, ഒരു സ്നേഹം എന്ന രീതിക്ക് അവർ ചിന്തിക്കുമ്പോൾ എവിടെയോ അവർ നിങ്ങളെ തന്നെയാണ് അവർ കാണുന്നത്. അത് പക്ഷേ തുറന്ന് പറഞ്ഞു എന്ന് വരില്ല. ഓക്കെ, പക്ഷെ അവർ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അവർ പറയുന്നത് ഞാൻ നിന്നിലുണ്ട്, നീ എന്നിലുണ്ട് എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഫാസിനേഷൻ, സോ യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു. നിങ്ങളുടെ സ്മൈൽ അവർക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു സ്മൈൽ മാത്രമല്ല, മേ ബി എല്ലാം, നിങ്ങളുടെ പെരുമാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ചിരിക്കുന്ന ആ ഒരു രീതി, അതൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. ഒരുപാട് അറ്റാച്ച്, നിങ്ങളുടെ അടുത്തേക്ക് അവർക്കൊരു പുൾ ഫീൽ ചെയ്യാറുണ്ട് എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ ഒബ്സെഷനും ഉണ്ടായിരുന്നു. പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ, ടുമോറോ ആൻഡ് ഫോർ എവർ. സോ ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അവരുടെ. അവർ വേദനിപ്പിച്ചു കാര്യങ്ങളൊക്കെ ഓക്കെ, പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ, ചില കാര്യങ്ങൾ, ശീലങ്ങൾ, ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ അഗെയിൻ ഒബ്സെഷനാണ് തോന്നുന്നത്. അതായത് നിങ്ങളോട് ശരിക്കും വളരെ അറ്റാച്ച്ഡ് ആണ് അവർ. ഓക്കെ, മനസ്സുകൊണ്ട് അറ്റാച്ച്ഡ് ആണ്, ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് അറ്റാച്ച്ഡ് ആണ്. പുറമേ കാണിച്ചാലും ഇല്ലെങ്കിലും അവർ ഉള്ളുകൊണ്ട് അവർ നിങ്ങളോട് ശരിക്കും അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അവർക്ക്. നിങ്ങളെ വിട്ട് നിൽക്കുന്നതിലൊന്നും അവർക്ക് ഒട്ടും അവർ സന്തോഷത്തിലൊന്നും അല്ല. ഓക്കെ, പക്ഷെ എന്താണ്, ഒന്നും അങ്ങനെ ആരെയും മുമ്പിലൊന്നും കാണിക്കാതെ എല്ലാം മറച്ചു വെച്ചൊക്കെ നടക്കുന്നുണ്ടാവും. എൻ്റെ ഇവിടെ വീക്ക്നെസ് കാണുന്നത്, മൈ വേഴ്സ്റ്റ് ഫിയർ ഇസ് ലൂസിങ് യു, ഐ വോണ്ട് ലെറ്റ് യു ഗോ. നിങ്ങളെ വിട്ട് കളയാൻ അവർ ഒരിക്കലും തയ്യാറല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരെ വീക്ക്നെസ് ആണ് ശരിക്കും. ഓക്കെ, പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നില്ല. എനിക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പറയും ഇതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ എന്ന് പറയും. ഓക്കെ, പക്ഷെ ഇതൊക്കെ നമ്മൾ അവരുടെ ഉള്ളിലെ ഫീലിങ്സാണ് നമ്മൾ എടുക്കുന്നത്, ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്ന അവരുടെ ഒരു വീക്ക്നെസ് ആണ് നിങ്ങൾ. അതായത് എന്തെങ്കിലും നമ്മൾ പറയില്ല, ഒരാളുടെ വീക്ക് പോയിന്റ് എന്ന് പറയും. സോ എവിടെയോ നിങ്ങൾ അവരുടെ വീക്ക്നെസ് ആണ്, നിങ്ങളെ നഷ്ടപ്പെടുക എന്നുള്ളത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയായിട്ട് എപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷേ
നിങ്ങൾക്കും അതേ പേടി ഉണ്ടാവും. നിങ്ങൾക്ക് അതേ പേടി കൊണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, ആ വ്യക്തിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക, അവരെ വിട്ട് കളയാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കും. പക്ഷേ പേഴ്സൺ എങ്ങനെയാണ്, തിരിച്ചായിരിക്കും. അവരെ സ്വഭാവം, അവർ ആ വീക്ക്നെസ് അവരെ മൈൻഡ് മറയ്ക്കാൻ ശ്രമിക്കും. ഈ ഒബ്സഷൻ ഉണ്ട്, നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഒന്നും നിങ്ങൾ അറിയില്ല. ഓക്കെ, അവരുടെ ഉള്ളിലുണ്ടോ ഒന്നും നിങ്ങൾ അറിയില്ല. വീക്ക്നെസ് ആണ് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഓക്കെ, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു പേടിയുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ കൂടിയിട്ട് അവർ അതിന് വല്ല തർക്കുത്തരം പറയുന്നല്ലാതെ ഒരിക്കലും അവർ അതിനൊരു ശരിക്കും ഒരു ആൻസർ ചിലപ്പോൾ തന്നൊന്നും വരില്ല. അവർ പറയും എനിപ്പോൾ എന്താ പോയാൽ പോയി അത്രയേ ഉള്ളൂ എന്ന രീതിക്കായിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ ആ പേടി അവർ തീർച്ചയായിട്ടും അവർക്ക് കിടക്കുന്നുണ്ട്. ആൻഡ് ജഡ്ജ്മെൻ്റ് ഉണ്ട്. യു ആർ ജഡ്ജിങ് മീ ആൻഡ് മേക്കിംഗ് യുവർ ഓൺ ഒപ്പീനിയൻസ്. അവർക്കൊരു പക്ഷേ ഒരു ഇത് പക്ഷേ നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം, അതായത് ഇപ്പോൾ അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളവരെ ജഡ്ജ് ചെയ്യുന്നു എന്നാണ്. അതായത് ഇപ്പോൾ ഏത് സിറ്റുവേഷനാണ് പറയാം, മേക്കിംഗ് യുവർ ഓൺ ഒപ്പീനിയൻസ്. അതായത് നിങ്ങൾ അവർ ഒന്നും തുറന്ന് പറയുന്നില്ല. ഓക്കെ, അവരൊന്നും തുറന്ന് പറയാതിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് കൂട്ടുകയാണ് അല്ലേ. നിങ്ങൾ ആലോചിക്കും പല കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമേ ഇല്ല, ഫീലിങ്സേ ഇല്ല, നിങ്ങൾക്ക് സ്നേഹമേ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ട്, വേറെ എന്തെങ്കിലും കാര്യമുണ്ട് എന്നൊക്കെ നിങ്ങൾ കുറേ ചിന്തിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഫ്രണ്ട്സാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ഇമ്പോർട്ടൻറ്റ്, ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ്, അപ്പോൾ ഞാൻ അതിൽ മാറ്റർ അല്ല എന്നൊക്കെ നിങ്ങൾ സ്വയം കുറേ ചിന്തിക്കും. അതുപോലെ അവരെ കുറ്റപ്പെടുത്തലും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ പേഴ്സൺ പറയുന്നത് നിങ്ങൾ സ്വയം ജഡ്ജ് ചെയ്യുന്നതാണ്, അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്, അവരങ്ങനെയല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയനാണത്. ഓക്കെ, അതായത് അവർ നിങ്ങളെ സ്നേഹമില്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് അറ്റാച്ച്മെൻ്റ് ഇല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒപ്പീനിയനാണ്, നിങ്ങളുടെ തോന്നലാണ്. ഓക്കെ, അവർക്ക് പക്ഷേ ഉള്ളിൻ്റെ ആ സ്നേഹം ഉണ്ട്, ശരിക്കും കാണുന്നുമുണ്ട് നമുക്കിവിടെ. പക്ഷെ ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ഓക്കെ, ഇത് അവരുടെ മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം അവർ തുറന്ന് കാണിക്കുന്നില്ല, പറയുന്നില്ല. ഓക്കെ, സോ അവർ പക്ഷെ എക്സ്പെക്റ്റ് ചെയ്യണത് നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്നാണ്. അവർ പറഞ്ഞാലും ചെയ്തില്ലെങ്കിലും ഒക്കെ നിങ്ങളവരെ മനസ്സിലാക്കണം എന്ന രീതിക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഡെക്കിൽ തന്നെ കുറച്ചുകൂടെ എടുക്കാം. ഇതെപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഒരു ബന്ധത്തിൽ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഒരാൾ ഓവർ അറ്റാച്ച്ഡ് ആയിരിക്കും, ഒരാൾ ഓവർ ഗിവിങ് ആയിരിക്കും, ഒരാൾ അങ്ങോട്ടെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, മറ്റേ ആൾ നേരെ ഓപ്പോസിറ്റും ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരേപോലെ കിട്ടുന്നതൊക്കെ വളരെ റയറാണ്. എന്തായാലും ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കാമെന്ന് മാത്രം. മൈൽ സ്റ്റോൺ, ടേണിംഗ് പോയിന്റ്, സെൽഫ് ഹീലിംഗ്, അട്രാക്ഷൻ and memories. Okay, see, final destination. Wow. There is no one before or after you. You are the only one എന്നാണ് പറയുന്നത്. ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ തമ്മിലൊരു, ഞാൻ പറഞ്ഞില്ലേ, ഡെസ്റ്റൈൻഡ് കണക്ഷനാണ്, നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷനാണ്, നിങ്ങൾ തമ്മിലുള്ളത് ഒരു ഡിവൈൻ ആയിട്ട് കൊണ്ടുവന്ന ഒരു കണക്ഷൻ തന്നെയാണ്. ആൻഡ് ഇവിടെ മൈൽ സ്റ്റോൺ കാണുന്നുണ്ട്. അവർ ലവ് ഇസ് സ്ട്രോങ്ങർ ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ്. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ എവിടെയെങ്കിലും ദൂരെ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു വിഷമമുണ്ടാവും. ബട്ട് പേഴ്സൺ പറയുന്നത് ഈ ദൂരത്തിനേക്കാൾ മേലെയാണ് നിങ്ങളോടുള്ള സ്നേഹം എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ടേണിംഗ് പോയിന്റ് കാണുന്നുണ്ട്. ഐ നെവർ ഇമാജിൻഡ് അവർ റിലേഷൻഷിപ്പ് ടു എൻഡ് ലൈക്ക് ദിസ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ടേണിംഗ് പോയിന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിലൊരു എൻഡിങ് വന്ന് കാണാം, നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്ന് കാണാം. ഓക്കെ, ഇവിടെ അവർ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ട് അങ്ങനെ ഒരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരാൾ വാക്ക് അവേ ചെയ്തു, നിങ്ങളായാലും അവരായാലും. ഓക്കെ, അങ്ങനെ ഒരു വാക്ക് അവേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് നമ്മളിങ്ങനെ എൻഡ് ആവുമെന്ന് ഞാനും കരുതിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കും അതിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ട്, ഒരു വിഷമമുണ്ട്. ഐ ഹാവ് അഡ്ജസ്റ്റഡ് എ ലോട്ട്, നോ മോർ നൗ ഐ ജസ്റ്റ് വോണ്ട് പീസ്. ഐ തിങ്ക് നിങ്ങളിപ്പോൾ പറയുന്നത് ഇത് നിങ്ങളുടെ ഭാഗത്താണ്. ഞാൻ പറഞ്ഞു നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളായിരിക്കാം വാക്ക് അവേ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ അവരോട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അകന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ബൗണ്ടറിയൊക്കെ നിങ്ങൾ വെക്കുന്നുണ്ടാവും. സോ ഇവിടെ അവർ പറയുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് നിർത്തി, നിങ്ങളിനി അഡ്ജസ്റ്റ് ചെയ്യൽ വിട്ടുകൊടുക്കലൊക്കെ കുറേ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിനി സമാധാനം വേണം, പീസ് വേണം എന്ന രീതിക്ക് ഐ തിങ്ക് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് വളരെ നല്ല കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. സെൽഫ് ഹീലിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ. അതായത് ആ പേഴ്സണിന് വേണ്ടി വെയിറ്റിംഗ് നിർത്തി, നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടി മാറാനുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ മാറ്റി വെച്ചു, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ സ്വയം ഒന്ന് ബാലൻസിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ആൻഡ് അട്രാക്ഷൻ കാണുന്നുണ്ട്. ഐ എം ഫാസിനേറ്റഡ് വിത്ത് യുവർ ബ്യൂട്ടി ആൻഡ് ബട്ട് നോട്ട് സീരിയസ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇതിവിടെ
അട്രാക്ഷൻ എന്ന് കാണുന്നുണ്ട്. എന്തായാലും ഫാസിനേഷൻ, അട്രാക്ഷൻ ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സ്മൈലിനോട് ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, മെമ്മറീസ് ഉണ്ട്, നിങ്ങളെക്കുറിച്ച് മിസ് ചെയ്യുന്നുണ്ട്. ഐ സ്വെയർ ഐ എം മിസ്സിങ് യു ബാഡ്ലി റൈറ്റ് നൗ. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാതെ ഇതൊരു അട്രാക്ഷൻ മാത്രമാണ്, അവർ സീരിയസ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കാണുന്ന ഇവിടെ എല്ലാം ലൈക്ക് അവരുടെ ഡീപ്പർ ആ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെന്തിനും ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വേറെ റീഡിംഗ് ആയിട്ട് എടുക്കാം. ഓക്കെ, എന്തായാലും നമുക്കിതിൽ നിന്ന് കുറച്ച് ഗൈഡൻസ് മെസ്സേജസ് കൂടി നോക്കാൻ പറ്റുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഫീലിങ്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. സ്കാർഡ്, ലെറ്റ് ഗോ, പാഷൻ, സിംഗിൾ ആൻഡ് സ്പേസ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡ് ആണ് എനിക്ക് കാണുന്നത്. റിമോഴ്സ്ഫുള്ളും ഉണ്ട്. ഓക്കെ, ട്രാപ്ഡ് ഇൻ ഗിൽട്ട് ആൻഡ് ഷെയിം ഫോർ ദെയർ ഓൺ ആക്ഷൻസ്. അവരെന്തോ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അവരെ. ജസ്റ്റ് അവരുടെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ മേ ബി പല കാര്യങ്ങളായിരിക്കാം അല്ലേ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ആ റീസണാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അത് ആലോചിക്കുക നിങ്ങൾ. അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേണം നിങ്ങൾ നിൽക്കാൻ, അതാണ് കാര്യം. ഓക്കെ, ഇവിടെ നിങ്ങൾ യെസ് അവർ വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ അവർ ചെയ്തത് തെറ്റുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗിൽട്ട് അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു ഗിൽട്ടി ഫീലിംഗ് ഉണ്ട്. ഇവിടെ സ്കാർഡ് കണ്ട് ഹീൽ ഫ്രം പാസ്റ്റ് വൂൺസ് റിലേറ്റഡ് ടു റിലേഷൻഷിപ്പ് ബിഗ് ഫോർ വെൽക്കമിങ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് അഗൈൻ സെൽഫ് ഹീലിംഗ്. ഓക്കെ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ആ വേദനകൾ കിട്ടിയതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഹീൽ ചെയ്യാൻ, അവനവനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വേദന? നമ്മളെന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, മീൻസ് നിങ്ങൾക്ക് അവരെ വിട്ടുപോകുമോ എന്നുള്ള പേടികൾ, അങ്ങനത്തെ പല പേടികളും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ അവരെ കൂടുതൽ ചേസ് ചെയ്യാൻ, അവരോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വെക്കാനൊക്കെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവസാനം അത് ആ വേദന ഒരു കൂടി വരുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ ഐ തിങ്ക് ഇത് നിങ്ങൾ അവനിലേക്ക് ഇപ്പോൾ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. നിങ്ങളോട് പറയുന്നത് പാസ്റ്റ് വൂൺസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേദനകൾ കിട്ടിയതിൽ നിന്ന് നിങ്ങൾ സ്വയം പുറത്തു വരാൻ ശ്രമിക്കാം. മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കാം. ലെറ്റ് ഗോ. Instead of clinging on, I choose to let go. This way both of us can move on and no longer be heartbroken. Okay. ഇവിടെ അഗൈൻ ഐ തിങ്ക് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു അകൽച്ച നിങ്ങളായിട്ടും വെക്കുന്നുണ്ട്, നിങ്ങൾ ബൗണ്ടറി നിങ്ങൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പേഴ്സണൽ ലെറ്റ് ഗോ ചെയ്ത് ഇവിടെ നിങ്ങളുടെ ഭാഗത്താണ് എനിക്ക് മെസ്സേജ്. സോ ഐ തിങ്ക് നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നതും അതാണ്, ഇതിനെ പിടിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കേണ്ട. ഓക്കെ, ആ പേഴ്സൺ ഹീലാവുന്നത് അവർ തനിയെ ആവട്ടെ, നിങ്ങൾ ചേസ് ചെയ്ത് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അവരുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് ഓൾറെഡി. ഓക്കെ, പക്ഷെ എന്താണ്, ആക്ഷനിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അവരത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന രീതിക്കാണ്. അപ്പോൾ അത് അവരായിട്ട് സ്വയം തീരുമാനിച്ച് ചെയ്യട്ടെ. നിങ്ങളൊരിക്കലും പോയിട്ട് നമ്മളൊരാളോട് പോയി പറഞ്ഞ് ഞാനിങ്ങനെ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ, നിങ്ങൾ എത്ര സ്നേഹിച്ചില്ലേ, എന്തിനെന്നെ വിട്ട് മാറുന്നു എന്നൊക്കെ നിങ്ങൾ ചോദിച്ച് നമ്മളൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഉള്ളിലെല്ലാം അറിയാം. ഓക്കെ, സോ അത് അവർ സ്വയം മനസ്സിലാക്കി അവർ വേണ്ടത് ചെയ്യട്ടെ. ഓക്കെ, ആൻഡ് ഇവിടെ പാഷൻ കാണുന്നത്, പാഷൻ ഇൻ അവർ ലവ് ഇസ് ലൈക്ക് എ ഫയർ ദാറ്റ് നെവർ ഡൈഡ്. നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷനും പാഷനും ഒക്കെ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, എത്ര അകൽച്ച വന്നാലും എത്ര വിട്ടുപോയാലും ഒക്കെ ആ ഉള്ളിലുള്ള ഫീലിങ്സ് ഒന്നും ഒരിക്കലും എൻ്റെ ആവില്ല. ഞാനിവിടെ സിംഗിൾ എന്ന് കാണുന്നുണ്ട്. CS ഇപ്പം നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു ഇപ്പം രണ്ടുപേരും ഒരു മാറി നിൽക്കുന്നുണ്ടാവാം, സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അകൽച്ച തീർച്ചയായിട്ടും ഉണ്ട്. ഇത് രണ്ട് തരത്തിലെടുക്കാം. ഒന്ന് സിംഗിൾസിന് എന്ന രീതിക്ക് എടുക്കാം. സിംഗിൾ ലൈഫ് വാസ് എ വെയിറ്റിംഗ് ഗെയിം, എ ടൈം ഓഫ് ആൻറ്റിസിപ്പേഷൻ ആൻഡ് ഹോപ്പ് ആൻഡ് യു ആർ ദ പ്രൈസ് വർത്ത് എവറി മൊമെൻറ്റ് ഓഫ് ഇറ്റ്. അവർ ആക്ച്വലി സിംഗിൾ ആണെങ്കിൽ നിങ്ങളെ കിട്ടിയത് അവർക്കൊരു ഭാഗ്യമാണ് എന്നവർ കരുതുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ എനിക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ നമ്മൾ വായിക്കുന്നതിനനുസരിച്ചിട്ട് ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ സിംഗിൾ എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് രണ്ടുപേരും തനിച്ച് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. സ്പേസും കാണുന്നുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ ടെമ്പററി സ്പ്ലിറ്റ്, വി റിക്വയർ സ്പേസ് ടു സോർട്ട് ഔട്ട് അവർ മഡിൽ തോട്ട്സ്. ഇത് നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയുണ്ടെങ്കിൽ ഇതൊരിക്കലും ഒരു പെർമനൻ്റ് അല്ല. ഓക്കെ, ഒരിക്കലും അത് പെർമനൻ്റ് ആയിട്ട് വിട്ടുപോയി എന്ന് നിങ്ങൾ കരുതണ്ട. ഇത് താൽക്കാലികമായ ഒരു ബ്രേക്ക് മാത്രമാണ്, ഒരു അകൽച്ച മാത്രമാണ്. ഓക്കെ, പേഴ്സൺ തീർച്ചയായിട്ടും തിരിച്ചു വരും. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ സ്പേസ് വരുമ്പോൾ നിങ്ങളത് ഓർത്തോർത്ത് വിഷമിക്കേണ്ട. ഓക്കെ, കാരണം ഇങ്ങനത്തെ
ഈ സ്പേസ് വരുമ്പോൾ രണ്ടുപേർക്കും ആലോചിക്കാനുള്ളൊരു സമയം കിട്ടുകയാണ് അല്ലേ, മനസ്സിലാക്കാനുള്ളൊരു സമയം കിട്ടുകയാണ്. പേഴ്സണും ചില റിഗ്രറ്റ് അവർ മനസ്സിലാക്കട്ടെ. ഓക്കെ, അവരും ആലോചിച്ച് അവർ മനസ്സിലാക്കട്ടെ അവർ ചെയ്ത തെറ്റുകൾ, അല്ലെങ്കിൽ അവർ ആ ഒരു ഗിൽറ്റി ഫീലിങ്ങിൽ അവർ ഇരിക്കട്ടെ. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു പേടി അത് അവരുടെ ഉള്ളിൽ വരട്ടെ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യില്ല. അതിനുള്ളൊരു അവസരം കൊടുക്കൂ, അവർക്ക് മിസ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കൂ. ടെക്സ്റ്റ് മെസ്സേജ് കാണുന്നുണ്ട്, ഐ ഓഫൺ പേ അറ്റൻഷൻ ടു യു, ലെറ്റ്സ് ഡിസ്കവർ ഇഷ്യൂസ്. ഓക്കെ, അവർ സംസാരിച്ച് വരും എന്ന രീതിക്ക് കാണുന്നുണ്ട്. വീണ്ടും ലവ് ഗ്രോസ് കോപ്പറേഷൻ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ശരിയാവും, ബെറ്റർ ആവും സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞല്ലോ, താൽക്കാലികമായിട്ടുള്ള ഒരു ബ്രേക്കോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു അകൽച്ചയോ മാത്രമാണ്. വേറെ എന്ത് റീസൺ ആയാലും ശരി, അതെല്ലാം മാറിയിട്ട് നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ നമ്മുടെ മിസ്സിങ് എനർജി. ഞാൻ പറഞ്ഞു, ഇവിടെ അവർ മിസ് ചെയ്യട്ടെ ഇത്തിരി നിങ്ങളെ. ഓക്കെ, നിങ്ങളൊന്ന് മാറി നിൽക്കൂ, ഒന്ന് അകൽച്ച വെക്കൂ, കൂടുതൽ ചേസ് ചെയ്യാൻ പോകണ്ട. അവർ സംസാരിച്ച് വരികയാണെങ്കിൽ വരട്ടെ, അപ്പം നോക്കാം. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.